എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. നിങ്ങൾ പലരും എന്നോട് ചോദിച്ചത് ഞാൻ ഏത് കാർ ലവർ ടൈപ്പിൽ പെടുന്നത്, അത് ജാപ്പനീസ് ആണോ, ജർമ്മൻ ആണോ, യൂറോപ്യൻ ആണോ, ഇറ്റാലിയൻ ആണോ? സാധാരണ ഏറ്റവും അധികം കേൾക്കാറുള്ള JDM കാർ ലവറിന്. ഞാനൊരു JDM കാർ ലവറും കൂടിയാണ്, പക്ഷേ ഞാൻ ബേസിക്കലി ഒരു കാർ ലവറാണ്. JDM കാറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പല ചോയ്സുകളും പല ഫേവറേറ്റ്സ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ JDM കാർ ലവറിന് അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാറാണ് സെഞ്ച്വറി. ടൊയോട്ടയുടെ ഏറ്റവും പ്രസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാറാണ് ടൊയോട്ട സെഞ്ച്വറി. ഇറ്റ്സ് എ യുണീക്ക് കാർ, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് കാർ. അപ്പോൾ ഇത് ഞാൻ കുറേ വർഷമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കിട്ടാറുണ്ടായിരുന്നില്ല. കിട്ടിയ അവസരം ഞാൻ മുതലാക്കി. ഞാൻ ഇപ്പോൾ ഷാർജയിൽ നിന്നാണ് ടൊയോട്ട സെഞ്ച്വറി കൊണ്ടുവരുന്നത്. സോ ഓൾ മൈ ഫ്ലൈ വീലേഴ്സ്, ഇറ്റ്സ് എ സ്പെഷ്യൽ എപ്പിസോഡ് ഫോർ യു, ആൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ്. ഓൾ മൈ ഫ്ലൈ വീലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും ഒരു ഗ്ലോറിഫൈഡ് കാലഘട്ടത്തിൽ ഒന്നാണ്. വേൾഡ് വാർ II എല്ലാം കഴിഞ്ഞ് ലോകത്ത് ഇൻഡസ്ട്രിയിൽ ഡെവലപ്പ് ചെയ്ത് ഫിനാൻഷ്യലി സ്ട്രോങ് ആയി പല കൺട്രീസും നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന സമയമായിരുന്നു, പ്രത്യേകിച്ച് ജപ്പാൻ പോലെ രാജ്യം. ഈ സമയത്ത് നമ്മൾ ലക്ഷറി സെഗ്മെൻറ്റിൽ പലതും കണ്ടിട്ടുണ്ട്. അതിൽ കാർ വിഭാഗത്തിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ഒരു ഐക്കണായി നിന്ന് എനിക്ക് തോന്നിയിരുന്നത് മെർസിഡീസിൻ്റെ പുൾമാൻ എന്ന് പറഞ്ഞിട്ടുള്ള 600 എന്നുള്ള ഗ്രോസറാണ്. അതുപോലെ ഒരു വണ്ടിയായിരുന്നു സെഞ്ച്വറിയും. പക്ഷേ സെഞ്ച്വറിക്ക് വേറെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ടൊയോട്ട ഫൗണ്ടറിൻ്റെ 100th ബർത്ത്ഡേ സെന്ററി എഡിഷൻ ആയിട്ടാണ് ആക്ച്വലി ഈ സെഞ്ച്വറി ഇറക്കുന്നത്. അതാണ് ആ പേരും വന്നിട്ടുള്ളത്. പക്ഷെ സെഞ്ച്വറി ഇറക്കിയത് ജപ്പാൻ്റെ ഒരു ഐക്കണായിട്ടായിരുന്നു. അവിടെയുള്ള അവരുടെ രാജാവ്, ജാപ്പനീസ് രാജാവിനും അതുപോലെ തന്നെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അവർക്കുള്ള ഒരു ഒഫീഷ്യൽ കാറും കൂടിയായിട്ടാണ് ആക്ച്വലി സെഞ്ച്വറി ഇറക്കിയത്. അതുവരെ ഉണ്ടായിരുന്ന ടൊയോട്ടയുടെ ക്രൗൺ ആയിരുന്നു ഫ്ലാഗ്ഷിപ്പ് മോഡലെങ്കിൽ സെഞ്ച്വറിയോട് കൂടി സെഞ്ച്വറി ആ ബാറ്റൺ എടുക്കുകയായിരുന്നു. ക്രൗണിൻ്റെ തന്നെ 65 ഉണ്ടായിരുന്ന ക്രൗണിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് സെഞ്ച്വറി ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ 67 സെഞ്ച്വറി ഇറക്കുന്നത്. സെഞ്ച്വറി ഇറക്കിയെങ്കിലും ഇത്രയും കാലമായിട്ട് ആകെ 3 ജനറേഷനേ വന്നിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ 67 വന്നു, പിന്നെ വന്ന 97, പിന്നെ 2017. അതിൽ വന്ന് 97 വന്നിരിക്കുന്ന സെഞ്ച്വറിയാണ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നത്. 97 ഓൺവേർഡ്സ് ആണ് V12 വന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന V8, പിന്നെ വന്നിരുന്ന V8. സോ ഈ ഒരു V12 ആയിട്ടുള്ള ഈ ഒരു സെഞ്ച്വറിയാണ് എൻ്റെ ഫേവറേറ്റ്. ഈവൻ പുതിയതും എനിക്കിഷ്ടമാണെങ്കിലും ഇത് ഓടിക്കണമെന്നായിരുന്നു എത്രയും കാലമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പല തവണ ഞാൻ പല ഓപ്ഷൻസിലും നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് ഓടിക്കാനോ അല്ലെങ്കിൽ കവർ ചെയ്യാനോ കിട്ടിയിട്ടില്ല. ഇപ്പോൾ അവസരം വന്നു, ഞാൻ കളഞ്ഞിട്ടില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് പറയുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ടൊയോട്ട ഡീലറാണ് ദുബായിലുള്ള അൽഫുത്തൈം. അൽഫുത്തൈമിൻ്റെ ഓണർ ഉപയോഗിക്കുന്നത് ക്രൗണോ ലെക്സസോ ഒന്നുമല്ല, സെഞ്ച്വറിയാണ്. സോ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള വണ്ടിയാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ സെഞ്ച്വറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഹിസ്റ്ററി നോക്കാം. ജപ്പാൻ്റെ റോൾസ് റോയ്സ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു കാറാണ് ടൊയോട്ട സെഞ്ച്വറി. പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ ടൊയോട്ടയുടെ ഫൗണ്ടർ ആയിട്ടുള്ള സക്കീച്ചി ടൊയോട്ടയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ടൊയോട്ട സെഞ്ച്വറി അവതരിപ്പിക്കുന്നത്. 1967 സെഞ്ച്വറി ആദ്യം വരുന്നത്. ജപ്പാന്റെ രാജകുടുംബമായിട്ടുള്ള ഇംപീരിയൽ ഹൗസ് ഓഫ് ജപ്പാനാണ് ആദ്യം സെഞ്ച്വറി സ്വന്തമാക്കുന്നത്. പിന്നീട് ജപ്പാന്റെ പ്രൈം മിനിസ്റ്ററും സീനിയർ ഗവൺമെന്റും ടോപ്പ് ആൻഡ് ബിസിനസ്മാൻ്റെ എല്ലാം ചോയ്സായി മാറി ടൊയോട്ട സെഞ്ച്വറി. അക്കാലത്ത്, അതായത് 60കളിൽ ഉണ്ടായിരുന്ന റോൾസ് റോയ്സ്, ബെന്റ്ലി, മെർസിഡീസ്, കാഡിലാക് എന്നീ ടോപ്പ് ആൻഡ് കാറുകളിലായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു ഈ ഒരു ലിമോ വന്നിരുന്നത്. ഫസ്റ്റ് ജനറേഷനിലെ സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നത് V8 ആയിട്ടുള്ള പവർ ട്രെയിൻ ആണെങ്കിൽ 1997 വന്നിട്ടുള്ള 2ാം തലമുറയിലാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന V12 വന്നിട്ടുള്ളത്. പിന്നീട് 2018 സെഞ്ച്വറി റിവാമ്പ് ചെയ്ത് വന്നപ്പോഴും V8 ആയിട്ട് മാറി. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഈ ഒരു മോഡൽ വളരെ യുണീക്കാണ്. ജപ്പാനിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു V12 കാറും കൂടിയാണ് ടൊയോട്ട സെഞ്ച്വറി. അത് 2 V6 ചേർന്ന രീതിയിലുള്ള ഒരു എഞ്ചിൻ കോമ്പിനേഷനാണ് ഇതിലുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ റിവ്യൂവിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നും വളരെ റെയർ ആയിട്ടുള്ള ഒരു കാറ് തന്നെയാണ് ടൊയോട്ട സെഞ്ച്വറി. ജപ്പാനിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള റൈറ്റ് ആൻഡ് ഡ്രൈവ് കാറ് ക്ലാസിക് കളക്ഷനിൽ നിന്നാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഓണർ സ്വന്തമാക്കിയത്. കോഴിക്കോട് നാദാപുരം സ്വദേശം ഇപ്പോൾ ദുബായ് സെറ്റിൽ ചെയ്തിട്ടുള്ള മുഹമ്മദ് ഷഫാദാണ് ഈ കാറിൻ്റെ ഓണർ. ഒരു ബിസിനസ്സുകാരനും കൂടെ ആയിട്ടുള്ള ഷഫാദ് വളരെ യങ്സ്റ്ററാണ്. ഒരു യങ്സ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാർ സ്വന്തമാക്കുക എന്നുള്ള ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പോലെ തന്നെയാണ്. എന്തായാലും നമുക്ക് സെഞ്ച്വറി പൂർണ്ണമായിട്ടും ഒന്ന് മനസ്സിലാക്കാം. ഡിസൈൻസിൽ ഏറ്റവും എലഗൻ്റ് ഉള്ള ഒരു ഫോം എന്ന് പറയുന്നത് സിഡാൻ തന്നെ. അത് കുറച്ചൊരു വലിയ സിഡാൻ ആകുമ്പം ലിമോ എന്ന് പറയാവുന്ന കാറ്റഗറിയിൽ ആണ് ഏറ്റവും എനിക്ക് സ്റ്റേറ്റ്ലി ഫീൽ കിട്ടിയില്ല.
ആ ഒരു ഡിസൈൻ ഫോം തന്നെയാണ് സെഞ്ചുറിക്കുള്ളത്. ഒരു ഏറ്റവും സ്റ്റേറ്റ്ലി ആയിട്ടുള്ള ഡിസൈൻ, 3 ബോക്സ് ഡിസൈൻ എന്ന് പറയാം. ആക്ച്വലി സെഞ്ചുറി ഇറങ്ങിയിട്ട് ഡിസൈനിൽ വലിയ മാറ്റങ്ങളൊന്നും അവർ കൊണ്ടുവന്നില്ല. ഒരു ആക്ച്വലി 3 രീതിയിലുള്ള റിഫ്രഷ്മെൻറ്റ് മാത്രമേ കൊണ്ടുവന്നു. 67 ഇറങ്ങിയിരുന്ന സെഞ്ചുറിയുടെ ചെറിയ ചേഞ്ചസ് മാത്രമാണ് 97 ഫസ്റ്റ് ജനറേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വന്നിട്ടില്ല. സെക്കൻഡ് ജനറേഷൻ്റെ ചെറിയ ചേഞ്ച് മാത്രമേ ഇപ്പോൾ തേർഡ് ജനറേഷനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ അങ്ങനെ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ടൊയോട്ടയുടെ ഒരു കാലത്ത് ടൊയോട്ട വെറും ടൊയോട്ട ലോഗോ മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഓരോ തരത്തിലുള്ള ലോഗോ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ സെഞ്ചുറിയിൽ വന്നത് 2 തരത്തിലുള്ള ലോഗോയാണ്. ഒന്ന് ഫിനിക്സ് ആയിട്ടുള്ള പക്ഷി, അത് ജപ്പാൻ്റെ റോയൽ ഒരു എംബ്ലം കൂടിയാണ്. അതുപോലെ തന്നെ ഫിനിക്സ് എന്ന് പറഞ്ഞ പക്ഷിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതും പിന്നെ ഇവിടെ നമുക്കൊരു C1 എന്നുള്ളൊരു കാണാം. അപ്പോൾ ഈ 2 ലോഗോസാണ് ഇവിടെ ഉള്ളത്. ഇനി ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയി നിൽക്കുന്ന വലിയൊരു ഗ്രില്ല്, ഒരു ബോക്സി ആയിട്ടുള്ള ലൈറ്റ്, ആ ബോക്സ് ഷേപ്പ് ഉണ്ട്, വലിയ ലൈൻസ് ഒന്നുമില്ല. ഇവിടുന്ന് വന്നിരിക്കുന്ന മോഡലിലേക്ക് വന്നിരിക്കുന്ന ഗ്രില്ലിന് ക്യാരി ചെയ്യുന്ന ലൈന് ബമ്പറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പഴയ ഒരു സ്റ്റൈലും ഒരു പവർഫുൾ ഫീൽ കിട്ടുന്ന കാര്യം. ഇവിടെ എല്ലാം ക്രോം വരുന്നുണ്ട്. ഏറ്റവും അധികം സെഞ്ചുറി കണ്ടിട്ടുള്ള ബ്ലാക്ക് കളറിലാണ്. ബ്ലാക്ക് പറഞ്ഞാലും എനിക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഒരു കളറാണ്, എസ്പെഷ്യലി സിഡാണ്. ആൻഡ് ഫോർ എന്താ പറയുക ലെഗസി ഉള്ളൊരു കളറായിട്ട് എനിക്ക് തോന്നും. പിന്നെ ഇവിടെ 2 ലൈറ്റ്സ് വന്നിട്ടുണ്ട്, അതൊരു സ്പോട്ട് ലൈറ്റ് നിൽക്കും, ആ ഒരു ഭംഗിയാണ്. സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ലൈൻസ് ഒന്നുമില്ല, ചെറിയ കേർവ്സുകളും, അതും വളരെ അട്രാക്റ്റീവായി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രോം എലമെൻറ്റ്സ് കൊടുത്താലും അട്രാക്റ്റീവാണ്. 18 ഇഞ്ചിൻ്റെ വീലാണ്, ആ മൾട്ടി സ്പോക്കാണ്. സൈഡിലേക്ക് വരുമ്പോൾ ക്രോം എലമെൻറ്റ് താഴെ നമുക്ക് ഡൈനാമിക് ലൈനിൻ്റെ കൂടെ പോകുന്ന കാണാം. ഇവിടെ ഗ്രീൻ ഹൗസിൻ്റെ ചുറ്റും നല്ല സ്ട്രോങ് ക്രോം എലമെൻറ്റ് വന്നിട്ടുണ്ട്. ബോക്സി ഡിസൈനാണ്, വലിയൊരു റിയർ ഡോർ വന്നിട്ടുണ്ട്. ഹാൻഡിലും ക്രോമാണ്. സി പില്ലറിൽ നാം പറഞ്ഞ സി സെഞ്ചുറിയുടെ ലോഗവും V12 ലോഗവും കാണാം. അത് ഈ ഒരു ജനറേഷനാണ്. പിന്നെ വലിയൊരു ബൂട്ട് ത്രൂ ഔട്ടായി നിൽക്കുന്ന ഒരു ലൈനോട് കൂടി ഒരു ടെയിലായിട്ട് ഇവിടെ വീണ്ടും ഫിനിക്സ് ലോഗവും സെഞ്ചുറിയിൽ കാണാം. പിന്നെ ബമ്പറിലാണെങ്കിലും ആ ക്രോം എലമെൻറ്റ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം കൂടി ചേരുമ്പോൾ പ്രോപ്പർ സ്റ്റേറ്റ്ലി ലുക്കുള്ളൊരു കാറാണ് ഈ സെഞ്ചുറി. ഇത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ ടോപ്പ് ആൻഡ് ലക്ഷറി കാറിലും കണ്ടിട്ടുണ്ട്. റോൾസ് റോയ്സ്, ബെൻലി, മെർസിഡീസ്, പിന്നെ കാഡിലാക്സ്, ഇങ്ങനത്തെ വണ്ടിയിലെല്ലാം കണ്ട ഒരു ഡിസൈൻ ഫോമാണ്. വെരി ഗുഡ് ആർ ഇൻട്രസ്റ്റിംഗ് തിങ് ആൻഡ് വിച്ച് ഐ ലവ് ഇസ് ദേ സ്റ്റിൽ റീറ്റെയിൻ ദാറ്റ് ഷേപ്പ് ആൻഡ് ഫോം. പുതിയ വന്നിരിക്കുന്ന സെഞ്ചുറിയിൽ അത് അങ്ങനെ തന്നെ നിർത്തിയിട്ട് അത് വളരെ യുണീക്കായിട്ടുള്ള കാര്യം. ബാക്കി നമുക്കറിയാം റോൾസ് റോയ്സ് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. മാറിയത് തന്നെ ഗുഡ് വേ, ബട്ട് ദിസ് ഇസ് മോർ ഒത്തൻറ്റിക് OG എന്നെല്ലാം പറയാം. ദാറ്റ്സ് വാട്ട് ഐ സെഡ് ദ റിയൽ ജെന്വിൻ JDM ഈസ് സെഞ്ചുറി. ഇന്നിപ്പോൾ റിമോട്ട് കീഴിലുള്ള പല കാറുകൾക്കും നമുക്ക് വിൻഡോസ് ഫുള്ളി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും തന്നെ അതിൽ ബട്ടൺ അമർത്തി പിടിച്ചാൽ പറ്റും. പക്ഷേ ഇത് 97 മാനുവൽ കീയിൽ തന്നെ ഇത് അമർത്തി ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ വിൻഡോ ഓപ്പൺ ആവും. ഇനി ഏതെങ്കിലും വിൻഡോ മറന്നുപോയി ക്ലോസ് ചെയ്യാനുണ്ടെങ്കിൽ Oh, is it? Smart, right? ഈ ഒരു സെഞ്ചുറി ഇറങ്ങുമ്പം അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ട് നിൽക്കുന്ന അഡ്വാൻസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആയിരുന്നെന്ന്. ഇന്നും ഇത് ഒരു ക്ലാസി ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻറ്റീരിയറാണ്, ബിക്കോസ് ഓഫ് ദ വേ ഇറ്റ് ഈസ് മെയ്ഡ് ആൻഡ് ബിക്കോസ് ഓഫ് ദ മെറ്റീരിയൽസ് യൂസ്ഡ്. കാരണം ഇതിൽ വന്നിരിക്കുന്നത് ആക്ച്വലി വൂളൻ ഇൻറ്റീരിയറാണ്. സാധാരണ ലെതറിനാണ് പറയാറുള്ളത്, പക്ഷേ ലെതറിനെക്കാളും കുറേ കൂടിയും കംഫർട്ടബിളും കുറേ കൂടിയും സ്റ്റേറ്റ്ലി നിന്നൊരു എലമെൻറ്റാണ് വൂൾ. അപ്പോൾ വൂളൻ ഇൻറ്റീരിയർ, റിയൽ വുഡ്, പിന്നെ ഭാഗത്തുള്ള ലെതറെല്ലാം തന്നെ റിയൽ ലെതറുമാണ്. അതിൻ്റെ പുറമെ അന്ന് കുറേ അഡ്വാൻസ്ഡ് ആയിട്ട് നിന്ന ഫീച്ചേഴ്സും ഇതിലുണ്ടായിരുന്നു. ഇത് വന്നിരിക്കുന്ന സ്ക്രീന്, ടച്ച് സ്ക്രീനിനെ പോലെ തന്നെ മൗസിൽ കൺട്രോൾ ചെയ്യാവുന്ന സ്ക്രീൻ, പിന്നെ TFT ആയിട്ടുള്ള സ്ക്രീൻ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് സെഞ്ചുറിയിലുള്ളത്. ഇന്ത്യയിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് ഇന്നത്തെ ഒരു കാറിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളേറെ എനിക്ക് ഇതിൻ്റെ ഒരു ക്ലാസി എലമെൻറ്റാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സ്റ്റിയറിംഗ് എടുത്ത് നോക്കിയാൽ പോലും ഒരു ക്ലാസി ഫീലുള്ള, അന്നത്തെ കാലത്തെ പോലെ തന്നെ ലെതർ റാപ്ഡാണ്. സെൻറ്ററിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഡ്രാപ്പറി ഫീലുണ്ട്. അതേപോലെ തന്നെ വലിയൊരു സ്ക്രീൻ ആയിട്ടുള്ള രീതിയിലാണ് ഓഡോമീറ്ററും ഇൻസ്ട്രുമെൻറ്റ് കൺസോളെല്ലാം വന്നിട്ടുള്ളത്. അതിൻ്റെ ഓരോ കൺട്രോളിന് ബട്ടൺസ് ഉണ്ട്. പിന്നെ എയർവെൻസ് എല്ലാം തന്നെ ക്രോമാണ്. അതിനെ സെൻട്രലി പ്ലേസ് ചെയ്തിട്ടുള്ളൊരു സെൻട്രൽ കൺസോളും അതിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഇന്നത്തെ കാലത്ത് ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറയും, പക്ഷേ അന്ന് സ്റ്റീരിയോ അതുപോലെ തന്നെ AC കൺട്രോളും വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗിയർ ലിവർ അതിൻ്റെ ചുറ്റുള്ള സ്വിച്ചസ് കാണാം. സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, വിൻഡോ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ഡിഫറെൻ്റ് ആണ്, ഡോർ ഓപ്പണിംഗ് ഹാൻഡിൽ ഡിഫറെൻ്റ് ആണ്. ഇവിടെ തന്നെ ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. അതിൽ 4 വിൻഡോസ് കൺട്രോൾ ചെയ്യാവുന്ന ബട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ സീറ്റ് നമുക്ക് ഫോർവേഡായിട്ടും റിയർ ആയിട്ടും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ എലമെൻറ്റ്സ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. അത് ലെഫ്റ്റ് സീറ്റിനുള്ള, അതുപോലെ തന്നെ റൈറ്റ് സീറ്റിനുള്ള ഇവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം തന്നെ ഡ്രൈവർ സെൻട്രിക്കായി നിൽക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെഞ്ചുറി ഈസ് എ കാർ യു ക്യാൻ റിയലി എൻജോയ് ബൈ ഡ്രൈവിങ് ഇറ്റ്, ബട്ട്
ഇറ്റ് ഈസ് മെൻറ്റ് ടു ബി ഷോഫേർഡ്. മുതലാളി അവിടെ ഇരിക്കുമ്പം പുള്ളീനെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാതെ വണ്ടി ഓടിക്കാന്നുള്ള മുതലാളി ആയിരിക്കില്ലല്ലേ, ശരിയാ. രാജാവും പ്രധാനമന്ത്രിയും അതുപോലുള്ള ആളുകളാണ് ഉപയോഗിക്കുന്ന വണ്ടി. അതുകൊണ്ട് തന്നെ ഡ്രൈവർ ക്വയറ്റ്ലി ഇവിടെ ഇരുന്ന് ഓടിക്കുക എന്നുള്ള പണി മാത്രം ചെയ്ത് ഇതിൻ്റെ പുറമെ എനിക്ക് അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ള മറ്റൊരു എലമെൻറ്റ് ഈ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു കവറിങ് ആണ്. ഇത് നമ്മൾ പലപ്പോഴും പല വീട്ടിലെല്ലാം കണ്ടിട്ടുണ്ടാകും, സോഫേൻ്റെ മേലെല്ലാം വെച്ചത്. ഇത് ജാപ്പനീസ് കൾച്ചറിൽ വലിയൊരു എലമെൻറ്റ്. ഇത് ക്ലീൻ വൈറ്റായിട്ട് നിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു എന്താ പറയുക ലെഗസിയുടെയും അവരുടെ ഒരു എന്താ പറയുക ആതിഥ്യ മര്യാദയുടെ ഒരു ഭാഗമാണ്. ജപ്പാനിൽ പോയപ്പോൾ എല്ലാം കണ്ടുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു കുഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഫയിലിരിക്കുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഈ ഒരു എലമെൻ്റ് ആവട്ടെ, സീറ്റിൻ്റെ ഒരു ഫീൽ ആവട്ടെ, ഈ ഒരു വൈറ്റ് ആയിട്ടുള്ള കവറാവട്ടെ, ഇതെല്ലാം തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഒരു ഹോംലി ആയിട്ടാണ്. ഹോംലി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഹോംലി ഫീൽ അതാണ് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. ഇറ്റ്സ് നോട്ട് എ മോഡേൺ ഇൻറ്റീരിയർ, ബട്ട് ഇറ്റ്സ് വെരി ക്ലാസി ഇൻറ്റീരിയർ. ഫ്രണ്ടിലിരുന്നതിനേക്കാളും എനിക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത് ഈ ഒരു സീറ്റാണ്. ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു ഫീൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സോഫയിലിരിക്കുന്ന ഫീല് കുറേ ഒരു ഹോംലി ഫീൽ എന്ന് പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കുഷനും കാര്യങ്ങളും വൈറ്റ് ആയിട്ടുള്ള കവറെല്ലാം കാണുമ്പോൾ നമുക്കൊരു ഹോംലി ഫീൽ ഉണ്ട്. അതിൻ്റെ പുറമെ സീറ്റിൻ്റെ ഒരു കംഫർട്ടും അടിപൊളിയാണ്. നല്ല തൈ സപ്പോർട്ട്, നല്ലൊരു കുഷൻ. പിന്നെ ഇതൊരു 4 സീറ്റർ ആക്കി മാറ്റാനും പറ്റും. 5 സീറ്ററായിട്ട് ഉപയോഗിക്കാം, 4 സീറ്ററായിട്ട് ഉപയോഗിക്കാം. ഇതിപ്പം ആക്ച്വലി അൺഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സെൻറ്റർ കൺസോൾ. ഞാൻ താത്തി വെച്ച് കഴിഞ്ഞാൽ പക്ക 4 സീറ്ററാവും. വെറും 4 സീറ്റർ അല്ല, റിയൽ ബിസിനസ് ക്ലാസ് 4 സീറ്റ് ആവും. ഇവിടെ താത്തി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്ക് ഇൻഫോർടൈൻമെൻ്റ് ഒരു കൺട്രോൾ ഉണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡറെല്ലാം കാണാം. അതിന് ചുറ്റും റിയൽ വുഡ് ഉണ്ട്. 2 സാധനം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കും. ഒന്ന് ഫ്രണ്ടിലുള്ള കൺസോളാണ്. ഇവിടെ ശരിക്കും ഒരു വാൾ പോലെ ഒരു എലമെൻ്റ് ഉണ്ട്. അത് ഫ്രണ്ടും റിയർ സെപ്പറേറ്റ് ചെയ്യുന്ന ഫീൽ എനിക്കുള്ള. ഇതിലാണ് AC വെൻ്റ് വന്നിട്ടുള്ളത്. അതിൻ്റെ ചുറ്റും വുഡ് എലമെൻ്റ് ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും ഫ്യൂനിക്സിൻ്റെ ലോഗോ കാണാം. തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഫർടൈൻമെൻറ്റ് ഉണ്ട്. അതൊരു സ്ക്രീനാണ്. ആ സ്ക്രീനിൽ നമുക്ക് ടച്ച് പോലൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് റിമോട്ട് വരുന്നുണ്ട്. ഇതിൽ വെച്ചിട്ടില്ല. ആ റിമോട്ടിൽ പഴയ തരത്തിലുള്ള മൗസ് പാഡ് ഉണ്ടല്ലോ, നമ്മൾ ബ്ലാക്ക്ബെറി ഫോണിലുണ്ടായിരുന്നു, അതുപോലുള്ള കൺട്രോളിൽ നമുക്കിവിടെ ഈ ഒരു സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഈ ഒരു വണ്ടിയിൽ ജാപ്പനീസ് സ്പെക്കാണ്ട് ഫുള്ള് ജാപ്പനീസ് ആണുള്ളത്. വണ്ടി കയറിയാൽ തന്നെ ആ ജാപ്പനീസ് സ്റ്റോക്കിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതാണ് അൺഫോൾഡ് ചെയ്യേണ്ടത്. ഇത് അൺഫോൾഡ് ചെയ്ത ഇവിടെ ഒരു റോ ഓഫ് ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസിലുള്ള കൺട്രോൾസ് ഞാൻ ഇപ്പുറത്തെ സീറ്റ് ആദ്യം കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഇത് പൊങ്ങുന്ന കാണുന്നുണ്ടല്ലോ, ഇത് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ, അതിൻ്റെ ഒരു കംഫർട്ടെല്ലാം അനുസരിച്ച് ചെയ്യാൻ പറ്റും. ജാപ്പനീസ് പൊതുവെ ചെറിയ ആൾക്കാരാകുമ്പോൾ അവർക്കത് വലിയൊരു എലമെൻ്റാണ്. നമ്മളെല്ലാം സൈസ് ഉണ്ടാവും, വളരെ ചെറുതൊന്നുമില്ല. പിന്നെ അതാ റിക്ലൈനിങ്, ഇത്രത്തോളം റിക്ലൈൻ ചെയ്യാൻ ആ സീറ്റ് തന്നെ പറ്റും. ഇനി ഞാൻ അത് ഇപ്പുറത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ മേലെ ലംബർ സപ്പോർട്ടും മസാജെല്ലാം വേറെ വരുന്നുണ്ട്. മസാജിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. ഞാൻ ഇവിടെ ഉള്ള ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കാം. അത് ഇതേപോലെ തന്നെ നമുക്ക് സ്ക്രോൾ ചെയ്യാനെല്ലാം പറ്റും. ഞാൻ സ്ക്രോൾ ചെയ്യുന്നത് മാത്രമല്ല, എനിക്ക് വേറെ ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. അത് ഞാൻ കാണിക്കുന്നതിന് മുന്നേ ഇത് രണ്ടും ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത് ഞാൻ എൻ്റെ ഷൂ ഞാൻ ആദ്യം ഊരുകയാണ്. ബഹുമാനിക്കണ്ടേ അതിനാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറുണ്ട്. ആ തുറന്നാൽ ഒരു കുഷൻ കാണാം. അതിലൂടെ നമുക്ക് കാല് ഫ്രണ്ടിലെ ലെഫ്റ്റ് സീറ്റിനുള്ളിലൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കംഫർട്ടബിളും ഇരിക്കാൻ പറ്റും. സാധാരണ ബിസിനസ് ക്ലാസ് സീറ്റ് നമ്മൾ പല വണ്ടിയിലും കണ്ടിട്ടുണ്ട്. അതിന് കാഫ് സപ്പോർട്ടിൽ താഴെ നിന്ന് വരും, ചില ഫ്രണ്ടിൽ നിന്ന് താഴെ വരും. പക്ഷേ ഇത് വളരെ യുണീക്കാണ്. ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തുറന്ന് ഞാൻ റിക്ലൈൻ ചെയ്യാണ്. റിക്ലൈൻ ചെയ്ത് ഇത് ടച്ച് ചെയ്യുന്ന അത്രയും പോകും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് താഴ്ത്തി വയ്ക്കുന്നു. ഇന്നുള്ള ടോപ്പ് എൻഡ് ആയിട്ടുള്ള സീറ്റ് ഞാൻ കൺസിഡർ ചെയ്തുള്ള മൈബാക്കിൽ വന്ന് മൈബാക്ക് 680 ആ ഒരു സീറ്റിൻ്റെ റിക്ലൈനേഷനും കാല് വയ്ക്കാവുന്ന ഒരു പൊസിഷനും അതിൻ്റെ പുറമെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കാഫ് സപ്പോർട്ടെല്ലാം കൂടിയിട്ടാണ് ഈ സെഞ്ചുറിയിലുള്ളത്. ആകെ ഒരു എലമെൻറ്റുള്ള നമുക്ക് ആ ഫുട്ട് സപ്പോർട്ട് ഇല്ല എന്നുള്ള, പക്ഷേ ഫുട്ട് കുറച്ച് ചിലവർക്കെല്ലാം റിലാക്സ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് ഇത്രയും കംഫർട്ടബിളി ഇരിക്കാവുന്ന ഒരു സീറ്റ് അന്നത്തെ കാലത്ത് വേറെ വണ്ടിയിലുണ്ടായിരുന്നില്ല. വളരെ യുണീക്കാണ്. ദിസ് മേക്ക് അഗെയിൻ സെഞ്ചുറി വെരി സ്പെഷ്യൽ JDM and this is a dream come true moment for me. I'm really enjoying it. Amazing. ഒരു ജെന്റിൽമാൻ അഗ്രിമെൻറ്റ് പോലൊരു എഞ്ചിനാണിത്. ടൊയോട്ടയുടെ ഫസ്റ്റ് V12 97 വന്നിരിക്കുന്ന ആ സെഞ്ചുറി മുതലാണ് V12 വന്നിരുന്നത്. ഇത് 5 ലിറ്റർ V12 ആണ്. പക്ഷേ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 275 HP ആണ്. ഇത് ജാപ്പനീസ് മാർക്കറ്റിലേക്ക് ഉണ്ടായിരുന്ന പവറാണ്. പുറത്തേക്ക് വന്ന് 295 HP ആണ്. 460 Nm ടോർക്ക് ഉണ്ട്. 2 ഗിയർ ബോക്സസ് വന്നിട്ടുണ്ട് ഇതിൽ. ഫസ്റ്റ് 97 വന്ന് 4 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്. 2005 മുതൽ ആക്ച്വലി 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. ഈ ഒരു എഞ്ചിൻ 2 V6 പോലുള്ള എഞ്ചിനാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത, എന്തെങ്കിലും ഒരു രീതിയിൽ എഞ്ചിൻ്റെ ഏതെങ്കിലും സിലിണ്ടർ കട്ട് ഓഫോ കാര്യമോ ചെയ്ത് കഴിഞ്ഞാൽ 6 സിലിണ്ടറിൽ ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എവിടെയും ബ്രേക്ക് ഡൗൺ ആവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത്രയും സ്പെഷ്യലാണ്. ജാപ്പനീസ് കിങ് മുതൽ താഴേക്ക് വരുമ്പം എല്ലാം തന്നെ 6 കാറ്റഗറി ആൾക്കാരിലേക്ക് ഇത് പോയിട്ടുള്ളൂ. അപ്പോൾ ഇൻ ഫാക്ട് എപ്പോഴെങ്കിലും ഒരു സിലിണ്ടർ കട്ട് ഓഫ് ആയ സിലിണ്ടർ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ബ്രേക്ക് ഡൗൺ ഇല്ല, ബാക്കിയുള്ള V6-ൽ അത് വർക്ക് ചെയ്ത് പോകും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. സോ ബേസിക്കലി ഞാൻ ജെന്റിൽമാൻ എഗ്രിമെൻറ്റ് ഞാൻ പറയാൻ കാരണം ഇത് ഒരു വലിയ പവർ മില്ലായിട്ടല്ല ഈ എഞ്ചിൻ വന്നിട്ടില്ല. V12 ആക്കാൻ കാരണം തന്നെ റിഫൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ആ റിഫൈൻമെൻറ്റാണ് ഇതിൻ്റെ വലിയൊരു എലമെൻറ്റ്. അത് നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഡ്രൈവിൽ പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇറ്റ്സ് എ വെരി ക്ലീൻ ഹുഡ്. ശരിക്കും അത്രയും നീറ്റായിട്ട് 97-ൽ വന്നിരിക്കുന്ന ഒരു ഹുഡാണെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ്സ് എ ബട്ടർ ലൈക്ക് സ്മൂത്ത് എഞ്ചിൻ. Man, a dream come true moment. Really, it's a V12 under the hood for the Century, and you know, it's a butter smooth engine, man. ഒരിക്കലും അതൊരു V12 ഉള്ളിൽ തോന്നുന്ന രീതിയിലല്ല എഞ്ചിനല്ല. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ലൈക്ക് V12 ഭയങ്കര സൗണ്ട് ഉണ്ടാവും എന്നുള്ളതല്ല. ഇറ്റ്സ് എ വെരി റിഫൈൻഡ് എഞ്ചിൻ. ബട്ട് ഇതിൻ്റെ ഒരു ലീനിയർ പവർ ഡെലിവറി, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഇല്ലാണ്ടല്ല, ഈ രീതിയിലാണ് ആക്ച്വലി പവർ ഷുഡ് ബി ഡെലിവേർഡ് ഫോർ എ ലക്ഷറി കാർ എന്നുള്ളത്. അപ്പം റീസെൻ്റ്ലി നമ്മൾ മാബാക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു മാബാക്ക് മോഡ്. അപ്പോൾ അത് സെക്കൻഡ് ഗിയറിലാണ് മാബാക്ക് മോഡിൽ വണ്ടി തുടങ്ങാറ്, അതിന് ആ ജമ്പ് ഇല്ലാതിരിക്കാൻ. അപ്പം നമ്മൾ ഈ ഒരു കാറ് പോകുമ്പം പവർഫുൾ കാറാണ്, പവർഫുൾ പീപ്പിളാണ് പോകുന്നത്. പക്ഷെ അവർ ഏറ്റവും വേണ്ടത് അവർക്ക് കംഫർട്ടും അവരുടെ എന്താ പറയുക ആ സമയത്ത് ഡേ ടു ഡേ അഫെയറിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പം ഏറ്റവും റിലാക്സ്ഡ് പൊസിഷനിലാണ്. അപ്പം അതിന് ഈ ഒരു പവർ ഡെലിവറീസിന് വെരി ലീനിയർ വേ വിച്ച് ഇസ് വെരി എസെൻഷ്യൽ ഫോർ സച്ച് എ കാർ. ആൻഡ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ തന്നെ ആ ഒരു ലീനിയാരിറ്റി ഭയങ്കര ഒരു ഫീലാണ് കിട്ടുന്നത്. ഇറ്റ്സ് ലൈക്ക് വെരി സബ്ലൈം. പിന്നെ എനിക്ക് ഫസ്റ്റ് മെൻഷൻ ചെയ്യാനുള്ള ഡ്രൈവ് ട്രെയിനേക്കാളും സസ്പെൻഷനാണ്. ആ ഫീൽ അത് ഞാൻ അവിടെ തന്നെ മെൻഷൻ ചെയ്യാൻ കാരണം നമുക്ക് സാധാരണ ഈ ഒരു ഫീല് കിട്ടല് പഴയ കാറുകളിൽ, ഇപ്പോഴത്തെ കാറിൽ നമുക്ക് വളരെ ഫ്ലോട്ടി സസ്പെൻഷനും എല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു കാറ്റ ഇറക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയൊരു ഡാമ്പിങ് ഉണ്ടാവും. ആ ഡാമ്പിങ്ങേ ഇല്ല. ഇത് ന്യൂമാറ്റിക് സസ്പെൻഷനാണ് വിച്ച് ഇസ് ഹൈഡ്രോളിക്. ആ ഹൈഡ്രോളിക് സസ്പെൻഷനും എയർ സസ്പെൻഷനും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. പഴയ കാറുകൾക്ക് ഉണ്ടായിരുന്ന ആ ഹൈഡ്രോളിക് സസ്പെൻഷൻ ഈസ് ആക്ച്വലി മിസ്സിങ് ഇൻ ടുഡേയ്സ് കാർ. സോ അത് സ്റ്റിൽ ദർ ഇൻ ദിസ് കാർ ആൻഡ് റിയലി മാറ്റേഴ്സ്. അത് ശരിക്കും വലിയൊരു എലമെൻ്റാണ് വിച്ച് ഇസ് അൺമാച്ച്ഡ്. സാധാരണ ഇപ്പോഴത്തെ കാറുകളിൽ നമുക്കിപ്പോൾ ലെക്സസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ വളരെ ഫ്ലോട്ടി റൈഡും കാര്യങ്ങളും കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഒരു ഹംപ്പോ അല്ലെങ്കിൽ ഒരു കാറ്ററൊക്കെ വരുമ്പം കിട്ടുന്ന ആ ഒരു ആക്ഷൻ which is very important. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. I not even braked. പക്ഷെ ആ ഫ്ലോ പോയത് അത് പഴയ കാലത്തുള്ള നമ്മുടെ റോൾസ് റോയ്സ്, കാഡിലാക്സ്, പഴയ മെർസിഡീസ് ഇതിലെല്ലാം ഉണ്ടായിരുന്ന ഒരു എലമെൻ്റാണ്. അത് ഇന്നും റീറ്റെയിൻഡ് ആണെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. സെഞ്ചുറിയിൽ അത് ഇപ്പോഴും ഉണ്ട്. ആൻഡ് ദിസ് കാർ സച്ച് എ ഓൾഡ് കാർ ഓൾസോ സ്റ്റിൽ ഈസ് വെരി പെർഫെക്റ്റ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കും. പക്ഷെ ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ക്വാളിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇതിൻ്റെ നമ്മൾ ലൈഫിലാണ് ക്വാളിറ്റി മീൻ ചെയ്യേണ്ടത്. ബേസിക്കലി നമ്മളിപ്പം വണ്ടി ഓടിക്കും, നമ്മൾ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റിനെ കുറിച്ച് പറയും. അത് പക്ഷേ എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് നമുക്ക് പഴയ രീതിയിൽ തോന്നുന്ന സ്വിച്ചസും ബട്ടൺസും എല്ലാം കാണാം. പക്ഷേ ഹൗ ഇറ്റ്സ് ബീൻ റീറ്റെയിനിങ് ദാറ്റ് ക്വാളിറ്റി, അത് മാറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻറ്റീരിയറിലാണെങ്കിലും ഇപ്പോൾ ലെതറാണ്, അതുപോലെ തന്നെ ഇതിൽ വരുന്ന ബാക്കിയുള്ള പ്ലാസ്റ്റിക് എലമെൻറ്റ്സ്. വുഡ് ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ ജെന്യുവിൻ വുഡ് കുറേ റേറ്റ് ഉണ്ട്. പക്ഷേ ലെതറെല്ലാം ബ്രേക്ക് എല്ലാം ആവും കുറേ കഴിയുമ്പോൾ. പക്ഷേ ഇതൊന്നുമില്ല, ഇപ്പോഴും ലെതറെല്ലാം വളരെ പ്രിസ്റ്റീനാണ്. പിന്നെ പലർക്കുള്ള ഡൗട്ടുണ്ട് വൂള് അതുപോലെ തന്നെ ഫാബ്രിക് ആകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രീമിയം ആണോ എന്നുള്ളത്. ശരിക്കും ലെതറിനേക്കാളും എക്സ്പെൻസീവ് ആണ് ഫാബ്രിക്. ഇതിൽ സ്റ്റാൻഡേർഡ് എക്യുപ്മെൻറ്റ് വന്ന് ലെതറാണ്. പക്ഷേ ഫാബ്രിക് ആക്ച്വലി ഈ വൂളൻ ഫാബ്രിക് എന്ന് പറയുന്നത് ഓപ്ഷണൽ എക്സ്ട്രാ ആണ്, വിച്ച് ഈസ് എക്സ്പെൻസീവ്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഞാൻ നേരത്തെ പറയുമ്പോൾ ഞാൻ വിട്ടുപോയി, എനിക്കിപ്പം ഓർമ്മയായി. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ഈ വൂളാണോ അല്ലെങ്കിൽ ഫാബ്രിക് ആണോ അതോ ലെതറാണോ എക്സ്പെൻസീവ്. ആക്ച്വലി വൂൾ വാസ് എക്സ്പെൻസീവ്. ആൻഡ് വൂളിൻ്റെ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു ഫാബ്രിക് കിട്ടുന്നൊരു ഫീൽ ഒരിക്കലും ലെതറിൽ കിട്ടില്ല. ലെതർ ഓൾവേസ് ഇറ്റ്സ് എ വാം മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലെ ആളുകൾ ലെതർ അന്ന് ചൂസ് ചെയ്ത് പ്രീമിയം ആവാൻ കാരണം അവർക്ക് എപ്പോഴും ആ ചൂട് വേണമെന്നുള്ളതുകൊണ്ടാണ്.
പക്ഷേ നമ്മളെ പോലത്തെ രാജ്യത്ത്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ എല്ലാം തന്നെ നമുക്ക് വേണ്ട ഒരു കൂൾ മെറ്റീരിയൽ. അപ്പം വൂളും ചൂടുണ്ട്, പക്ഷേ വൂള് നമുക്ക് ചൂടുണ്ടെങ്കിലും ആ സമയത്തും ഒരു ലെതറിനെ പോലത്തെ ചൂടല്ല, കുറച്ചുകൂടി ഒരു കംഫർട്ട് ചൂടാണ് ഉണ്ടാവുക. ആ ഒരു ഗുണം നമുക്ക് ശരിക്കും ഇപ്പോഴും അറിയുന്നുണ്ട്. അത്ര ചൂടുള്ള ദിവസമല്ല, എന്നാലും ആ ഒരു ഫീൽ ഇസ് ഗുഡ്. പിന്നെ ഇപ്പം ഞാൻ ഓടിക്കുന്ന റൈറ്റ് ആൻഡ് ഡ്രൈവ് ഇന്ന് ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് കൺട്രിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ അറ്റൻഷൻ ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രിഡോമിനൻ്റ്ലി റൈറ്റ് ആൻഡ് ഡ്രൈവിലാണ് വന്നിരുന്നത്. കാരണം ജാപ്പനീസിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഈ കാർ ഉണ്ടാക്കിയിരുന്നത്. പിന്നാണ് എനിക്ക് തോന്നുന്നു അല്ല ഡുവൽ മാർക്കറ്റിലേക്ക് കൂടെ പോകണം എന്നുള്ള രീതിയിൽ ഒരു പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ് ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി ഒരു ജെന്വിൻലി OG എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് ഇറ്റ്, ദ റൈറ്റ് ആൻഡ് ഡ്രൈവ്. And that really matters in a classic car, the OG element of it. പിന്നെ സെഞ്ചുറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൊയോട്ടയുടെ ഒരു 100 ഇയറിൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പം അവർക്കത് സ്പെഷ്യൽ ആവണമായിരുന്നു. സ്പെഷ്യൽ ഇൻ ദ സെൻസ് ടു ലാസ്റ്റ്. അതാണ് ഒരു നോക്കിയിരുന്ന ഒരു എലമെൻറ്റ്. ക്രൗൺ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പല കാറുകളുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഗ്രൗണ്ടുള്ള കോമ്പറ്റീഷനായിട്ട് നിസാൻ്റെ പ്രസിഡൻറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ടൊയോട്ടയാണ് ജാപ്പനീസ് കാർ മാനുഫാക്ചറിൽ ഒരു നെക്സ്റ്റ് എബവ് ലെവലിലേക്ക് ഒരു വണ്ടി കൊണ്ടുവന്നു. അപ്പം നമുക്ക് ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞ മെർസിഡീസ് 600 പുൾമാൻ ഗ്രോസർ എന്നുള്ള മോഡലാണ്. അതൊരു റെഗുലർ ലൈനപ്പ് മോഡലായിരുന്നില്ല. അപ്പോൾ റെഗുലർ മാനുഫാക്ചറിൻ്റെ റെഗുലർ അല്ലാത്ത ലൈനപ്പിൽ വരുന്ന മോഡലാണ് സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു വണ്ടിയായിരുന്നു സെഞ്ചുറി, ആൻഡ് ഇറ്റ് സ്റ്റിൽ റീറ്റെയിൻ ദാറ്റ്. ഇപ്പം നമുക്കറിയാം റീസെൻ്റ്ലി സെഞ്ചുറിൻ്റെ ഒരു SUV കൂടെ അൺവീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ വുഡ് സേ സെഞ്ചുറി should be remained as sedan. SUV വേണ്ടി വരും, ലൈക്ക് റോൾസ് റോയ്സിന് കളിനുള്ള പോലെ വോളിയം ചെയ്യാനും ഇന്നത്തെ കാലത്തുള്ള ആളുകളുടെ ഒരു SUV പ്രിഫറൻസിനും. ബട്ട് ആ ഒരു ടോപ്പ് എൻഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഐ സ്റ്റിൽ ഫീൽ സിഡാൻ ഇസ് ദ ബെസ്റ്റ്, ആൻഡ് സിഡാൻ ഹാസ് ദാറ്റ് എലമെൻറ്റ്. ദാറ്റ്സ് അഗെയിൻ എ ബിഗർ എക്സാമ്പിൾ ഇസ് ഫാൻറ്റം, ആൻഡ് യു നോ ഫാൻറ്റം ഇസ് സ്റ്റിൽ റീറ്റെയിൻഡ് ആസ് ദ ഫ്ലാഗ്ഷിപ്പ്. പല മാനുഫാക്ചേഴ്സ് മാറുന്നുണ്ട്, ബട്ട് ഐ എം ഹാപ്പി ദാറ്റ് റോൾസ് റോയ്സ്, മൈബാക്സ് or retain their sedan as the flagship. So as the Toyota Century തന്നെയാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ്, അൾട്ടിമേറ്റ് ഫ്ലാഗ്ഷിപ്പ് തന്നെ പറയാവുന്ന ഒരു വണ്ടി. ടേണൽ എടുക്കുമ്പം ശരിക്കും ആ ഒരു ഫ്ലോട്ടി ഫീൽ. പക്ഷേ അതൊരു സോഫ്റ്റ്വെയർ നേച്ചറാണ് സസ്പെൻഷന്. ഒരു ഡ്രൈവേഴ്സ് കാർ ആകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഹാർഡ് സസ്പെൻഷൻ വേണ്ടി വരും. JDM ലവേഴ്സ് മേ ബി ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ബട്ട് ഈ ഒരു കാറിൽ ഷോഫർ അത്രയും കംഫർട്ടബിളി ഓണറെ കൊണ്ടുവന്നു, ബോസിനെ കൊണ്ടുവന്നു. അതാണ് റിയലി മാറ്റർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സസ്പെൻഷൻ ഇസ് ബെറ്റർ ടു ബി റിമെയിൻഡ് ലൈക്ക് ദിസ് ആൻഡ് ഇസ് പെർഫെക്റ്റ്. സോ നമ്മൾ ഏതായാലും ഇത്ര ഒരു കാറിൽ ഇരിക്കുമ്പോൾ ചാൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഓണർ എങ്ങനെ ഇരിക്കുന്നത് പോകുന്നില്ല അറിയണം. അതുകൊണ്ട് ഞാൻ ബാക്കിൽ ഇരിക്കുന്നത്. ബാക്കിൽ ഇരുന്ന് നമ്മളിതാ നേരത്തെ പറഞ്ഞ പോലെ സീറ്റെല്ലാം റിക്ലൈൻ ചെയ്ത് ഇരുന്ന് പോകുമ്പോഴുള്ളൊരു ഫീൽ എന്തായാലും ആൾ പൊസിഷനിലേക്ക് ഇരിക്കട്ടെ. ഇങ്ങനെ പോകുമ്പോൾ രണ്ട് കാര്യമല്ലോ. ഒന്ന്, നമ്മളിരുന്ന് കംഫർട്ട്നെസ് ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെ കുറിച്ചിട്ട്. ഇനി സസ്പെൻഷനാണ്. നേരത്തെ നമ്മൾ കാണേണ്ട പോലെ തന്നെ അമ്പലം കയറി ഇറങ്ങുമ്പോഴും ആ ഒരു ഫ്ലോട്ടി ഫീൽ, അല്ലെങ്കിൽ കുറേ കൂടി ഞാൻ പറഞ്ഞ ഫ്ലോട്ടിനേക്കാളും ആ ഒരു കുഷനി ഫീൽ, അത് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുമല്ല നല്ല വ്യൂവും പുറത്തേക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അഡ്രസ്റ്റ് പോലും നമുക്കൊരു തടസ്സം വരാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റും. പുറത്തേക്കുള്ള വ്യൂ ഉണ്ട്, വലിയ വിൻഡോസാണ്. ഇനി അതല്ല നമുക്കൊന്ന് ഉറങ്ങി പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഒന്ന് കുറച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്റ്റ് നമ്മൾ ഫ്രണ്ടിലുള്ള വ്യൂ കട്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലോസ്നെസ് ഫീൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും റൈഡ് ഈ ഒരു ന്യൂമാറ്റിക് സസ്പെൻഷൻ്റെ അടിപൊളിയാണ്. സസ്പെൻഷൻ്റെ ഫീലിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യാം. ഈ ന്യൂമാറ്റിക് സസ്പെൻഷൻ ആകുമ്പോൾ മെയിൻ്റെനൻസ് വൈസ് ഇറ്റ്സ് മച്ച് ഈസിയർ. ഇപ്പോഴത്തെ ഈ ഒരു എയർ സസ്പെൻഷൻ പോലെയല്ല, ഫെയിലിയർ ചാൻസസ് വളരെ കുറവാണ്. ബട്ട് ഇൽ ബി ലൈക്ക് ആസ് എ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആസ് എ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ്. അതുകൊണ്ടാണ് പലപ്പോഴും പലരും ഇപ്പം ലേറ്റസ്റ്റ് ഇയർ എയർമാറ്റിക് സസ്പെൻഷനിലേക്കെല്ലാം പോകുന്നത്. ബട്ട് അതർവൈസ് the ride and the reliability really matters. It's sublime.